ഹലോ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ചെടികൾ നട്ടുപിടിപ്പിക്കുമല്ലേ. നമ്മുടെ വീടിൻ്റെ സൈഡിലും അകത്തും ഒക്കെ നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിക്കും. നല്ല പൂക്കളുണ്ടാകുന്ന ചെടികൾ കാണാൻ നമ്മുടെ കണ്ണിന് വളരെ സന്തോഷം നൽകുന്നതാണല്ലേ. മഞ്ഞക്കോളാമ്പിപ്പൂക്കളും ബൊഗെയിൻവില്ലയും ഒക്കെ രസമാണ്. പക്ഷേ ഔഷധ ഗുണമുള്ള കുറേ സസ്യങ്ങളുണ്ട്. അതും കൂടി നമ്മൾ നമ്മുടെ ഗാർഡനിങ്ങിൽ ഉൾപ്പെടുത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തുളസി. തുളസി വളരെ നല്ലതാണ്. പിന്നെ കുടവൻ, ചെറിയതായിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കുടവൻ, അത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ നമുക്ക് പനിക്കൂർക്കയില, അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ജലദോഷം വരുമ്പോൾ നമ്മൾ പണ്ട് കാലം മുതലേ കൊടുത്ത് വരുന്ന ഒരു സസ്യമാണ് കുടവൻ. അത് നമ്മുടെ പാടത്തിൻ്റെ കരയിലും ഒക്കെ ഇഷ്ടംപോലെ കാണാൻ കഴിയും. നമുക്ക് വീടുകളിൽ നട്ടുപിടിപ്പിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഔഷധ സസ്യങ്ങളെ നമ്മൾ ഗാർഡനിങ്ങിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂവാണ് ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂ തന്നെ പല ടൈപ്പ് ചെമ്പരത്തിപ്പൂവ് ഉണ്ടല്ലേ. ചെമ്പരത്തിപ്പൂവ് കണ്ടോ, ചെറിയ ചെമ്പരത്തിപ്പൂവ് കണ്ടോ, മുളക് ചെമ്പരത്തി എന്ന് പറയും. പക്ഷെ ഇതിനങ്ങനെ കൂടുതൽ ഔഷധ ഗുണമൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെമ്പരത്തിയിൽ കട്ടച്ചെമ്പരത്തി, ഈ കട്ടച്ചെമ്പരത്തിക്ക് ഔഷധ ഗുണമുണ്ട്. പക്ഷേ കട്ടച്ചെമ്പരത്തിയേക്കാൾ ഔഷധ ഗുണം പറയുന്നത് 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ്. അതാണ് നമ്മൾ കൂടുതലും ഔഷധത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കട്ടച്ചെമ്പരത്തി നല്ലതാണ്, നല്ല റെഡ് കളറൊക്കെ ഉണ്ട്. ഇതും നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കും. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചെമ്പരത്തി നമുക്ക് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഈ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഈ ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കണം. എന്നിട്ട് അതിൽ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് പഞ്ചസാരയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് വളരെ ടേസ്റ്റായിട്ട് എടുക്കുകയും ചെയ്യാം. മാത്രമല്ല, അത് ഈ ചൂട്, ഇപ്പോൾ വളരെയധികം ചൂട് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുക. ഈ ചൂട് കാലത്ത് നമുക്ക് മനസ്സിനും ശരീരത്തിനും ആശ്വാസം നൽകുന്നതിന് ഈ ചെമ്പരത്തിയുടെ ജ്യൂസ്, വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അത് പ്രഷർ കുറയ്ക്കാനും നമുക്ക് നിറം വയ്ക്കാനും നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കുമൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. പിന്നെ നമുക്ക് ഒരുപാട് ചെമ്പരത്തിപ്പൂ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ ചെമ്പരത്തിപ്പൂ ഒരുപാടുണ്ടാകുന്ന സമയത്ത് നമ്മളിത് വെയിലത്ത് വെക്കരുത്. കാരണം ഈ സൂര്യപ്രകാശം നേരിട്ട് അടിച്ചാൽ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ നിഴലിൽ ഉണക്കി, നിഴലുള്ള ഭാഗത്ത് നമ്മൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഉണക്കി അത് മിക്സിയിലിട്ട് പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പുരട്ടുന്നതിനും നമുക്കുള്ളിൽ കഴിക്കുന്നതിനും ഒക്കെ നല്ലതാണ്. ഇത് സ്വല്പം റോസ് വാട്ടറും കൂട്ടി അരച്ച് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ പാടുകളും കുരുക്കളും ഒക്കെ നമുക്ക് മാഞ്ഞു കിട്ടും. പിന്നെ തലമുടി വളരാൻ അനുഭവമാണ് പറയുന്നത്. ചെമ്പരത്തി ഇലയും ചെമ്പരത്തിപ്പൂവും പണ്ടൊക്കെ നമ്മൾ ഇഞ്ചാന്ന് പറയും. നമ്മൾ ഈ ചന്തയിലൊക്കെ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഇഞ്ച. അതും ഈ ചെമ്പരത്തിപ്പൂവും അല്പം തുളസിയിലയും ഈ ചെമ്പരത്തിയുടെ ഇലയും ഒക്കെ കൂടി നമ്മൾ നല്ലപോലെ കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഞെരടി വരുമ്പോൾ അത് നല്ല ഒരു താളിയായിട്ട് മാറും. എന്നിട്ട് ആ താളി നമ്മൾ പതുക്കെ അരിച്ചില്ലെങ്കിൽ നമ്മുടെ മുടിയിലെല്ലാം ഇതിൻ്റെ ഇലകളൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചതിന് ശേഷം കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് തലയിൽ വെച്ച്, തലയിൽ കുറച്ച് നേരം അത് തലയിൽ പിടിച്ചിരിക്കണം. അതിനുശേഷം കുളിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് മുടി ഉണ്ടാകാനും മുടിയുടെ ആരോഗ്യത്തിനും താരൻ പോകാനും എല്ലാം നല്ലതാണ്. ഇത് അനുഭവം കൊണ്ട് പറയുന്നതാട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെമ്പരത്തിപ്പൂ വീട്ടിലുണ്ടെങ്കിൽ ഒട്ടും കളയാതെ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. സൗന്ദര്യത്തിനും നിറത്തിനും ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുമല്ലോ അല്ലേ.